ഞങ്ങളിരിക്കും. ഞങ്ങളെ നേതാക്കന്മാരെ ഒത്തുപോയി ഞങ്ങളെ ഇത്രയും കഷ്ടപ്പെടുത്തിയില്ലേ? ഞങ്ങൾ അതിക്രമം കാണിക്കാൻ പോയില്ലല്ല. ഞങ്ങൾ സമാധാനപരമായിട്ടാണ് ഇന്നും ഇവിടെ ഇരുന്നത്. ഇങ്ങോട്ട് വന്ന് ഞങ്ങൾ അത്രയും ഉപദ്രവിച്ചു. പോലീസ് മർദ്ദിച്ചു എന്ന് പരാതി. പോലീസ് നമ്മുടെ കൂടെയുള്ളവരുടെ ഡ്രസ്സുകൾ വരെ വലിച്ചു കയറി ഉപദ്രവിച്ചു. ഒരുപാട് പോലീസ് മർദ്ദനം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് പ്രവർത്തകർ ഇപ്പോൾ ആരോപിക്കുന്നത്. ചേച്ചി, എങ്ങനെയാണ്? എന്നെ ആ വണ്ടിയിൽ വലിച്ചു പിടിച്ച് അങ്ങോട്ട് വലിച്ചതാണ്. അങ്ങനെ എൻ്റെ കൈ അങ്ങ് വലിഞ്ഞു പോയി. പിന്നെ ഞാൻ വീഴാൻ പിറകെ നിന്ന് ഒരാൾ പിടിച്ചെടുത്ത് ഇവളെ ചേച്ചി, സമരം രാത്രിയാണെങ്കിലും മഴയാണെങ്കിലും ഒക്കെ തുടരും. ഇവരെ അടിച്ചു കൊല്ലുമെന്ന് അറിയില്ലല്ലോ. നമ്മൾ അതുവരെ ഇവിടെ ഇരിക്കും. ഇവരെ പോക്ക് കണ്ടപ്പോൾ നമ്മളെ കൊന്നു കളയുമെന്ന് തന്നെ തോന്നിയത്. ഇവരെ കണ്ടല്ലോ നിങ്ങൾ. എന്താണ് ഇവർക്ക് ഇത്ര പ്രകോപനം ഞങ്ങൾ ഉണ്ടാക്കിയെന്ന് അറിയില്ല. സമാധാനപരമായാലും ഞങ്ങൾ ഇവിടെ പാട്ടും പാടി സമരം ചെയ്തുകൊണ്ടിരുന്നത്. എന്താണ് അവർക്ക് ഇതുണ്ടെന്ന് ചിലപ്പോൾ ഇവരെ കൊല്ലുന്നത് വരെ ഇവിടെ ഇരിക്കാം. ഞങ്ങൾക്കത് താല്പര്യമാണ്. എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് പറ്റില്ലല്ലോ. ഈ സമരവുമായി ബന്ധപ്പെട്ട് സർക്കാരിന്റെ നിലപാട് എന്താണ് എന്നുള്ളത് പലതവണയായി മന്ത്രിമാരിൽ നിന്നും മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൽ നിന്നുമൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. അനുകൂലമായ സമീപനം സ്വീകരിക്കാൻ കഴിയില്ല, അതിന് വെല്ലുവിളികളുണ്ട്, പ്രതിസന്ധിയുണ്ട് എന്നുള്ളതാണ് സർക്കാരിൻ്റെ നിലപാട്. മുഖ്യമന്ത്രിയുടെ മുമ്പിൽ തന്നെയാണ്, മുഖ്യമന്ത്രിയുടെ കൺമുമ്പിൽ തന്നെയാണ് കഴിഞ്ഞ 256 ദിവസമായി സമരം നടന്നതും. ഇപ്പോൾ മുഖ്യമന്ത്രിയുമായൊരു ചർച്ചയിലേക്ക് കാര്യങ്ങൾ എത്തുമോ എന്നറിയില്ല. ഇനി അങ്ങനെ എത്തിയാൽ തന്നെ അതിലൊരു പ്രതീക്ഷ ആശാ വർക്കേഴ്സ് വെച്ചു പുലർത്തുന്നുണ്ടോ ഈ പുതിയ സാഹചര്യങ്ങളുടെ പശ്ചാത്തലത്തിൽ? ഈ മേഘ്ന മുരളി. അതിലൊന്നാമത്തെ കാര്യം, ഇപ്പോഴും ആശാപ്രവർത്തകർ, സമര നേതാക്കളടക്കം പറയുന്നത് ഇവർക്ക് സമരം ഒത്തുതീർപ്പാക്കണം എന്നുള്ളത് തന്നെയാണ്. കാരണം ഇവർ പലരും വീട്ടമ്മമാരാണ്, പലരും പല ജോലികൾക്ക് പോകുന്നവരാണ്, അവർക്ക് അവരുടെ കുടുംബമുണ്ട്. അതുകൊണ്ട് തന്നെ ഒത്തുതീർപ്പാക്കണം എന്നുള്ളതാണ് ആശാപ്രവർത്തകരുടെ ഒരു ആവശ്യമായി അവർ മുന്നോട്ട് വയ്ക്കുന്നത്. പക്ഷേ ഓണറേറിയം വർദ്ധിപ്പിക്കുക, വിരമിക്കൽ ആനുകൂല്യം നൽകുക, പെൻഷൻ നൽകുക എന്നീ ആവശ്യങ്ങൾ പരിഗണിക്കാതെ അത് സമരം അവസാനിപ്പിക്കില്ല എന്നുള്ള കാര്യം തന്നെയാണ് ആശാപ്രവർത്തകർ അതിന്റെ കൂടെ പറയുകയും ചെയ്യുന്നത്. അതിന്റെ ഭാഗമായി സർക്കാർ ആദ്യഘട്ടം എന്നോണം ഒരു 7 അംഗ സമിതിയെ, വിദഗ്ധ സമിതിയെ നിയോഗിക്കുന്നു. ഈ വിദഗ്ധ സമിതി റിപ്പോർട്ട് ലഭിച്ച ശേഷം ഇവരുടെ കാര്യങ്ങൾ പരിഗണിക്കാമെന്നുള്ളതാണ് ആദ്യം സർക്കാർ പറഞ്ഞത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ആദ്യം കേന്ദ്രം ഈ തുക വർദ്ധിപ്പിക്കട്ടെ, അതിനുശേഷം ഒരു നടപടി എന്നുള്ളതാണ് രണ്ടാമതായി സർക്കാർ പറഞ്ഞത്. പക്ഷേ ആദ്യം ഈ കേന്ദ്രം തുക വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു അറിയിപ്പ് ഇപ്പോൾ ആശാപ്രവർത്തകർക്ക് ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ സമരസമിതി റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്, വിദഗ്ധ സമിതി റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഈ വിദഗ്ധ സമിതി റിപ്പോർട്ടിലെ കാര്യങ്ങൾ കൂടി ഇപ്പോൾ പരിഗണിക്കുന്നില്ല എന്നുള്ള കാര്യമാണ് ഇവർ പറയുന്നത്. ആ ആവശ്യമെങ്കിലും തങ്ങൾക്ക് തൽക്കാലം പരിഗണിച്ച് നൽകുകയാണെങ്കിൽ, അത് ഈ വിദഗ്ധ സമിതിയിലെ റിപ്പോർട്ട് എങ്കിലും തൽക്കാലം പരിഗണിക്കുകയാണെങ്കിൽ ഇവർ സമരം അവസാനിപ്പിക്കാൻ തയ്യാറാണ്. പക്ഷേ അത് സർക്കാർ വഴങ്ങുന്നില്ല. അത് പല നേതാക്കളെയും കാണുന്നു. CPI അടക്കം നേതാക്കന്മാരെ ഇവർ കണ്ടിരുന്നു. പക്ഷേ മുഖ്യമന്ത്രിയാണ് അതിലൊരു തീരുമാനം എടുക്കേണ്ടത് എന്നുള്ളതാണ് ഇവർക്ക് ലഭിച്ച. ശരി, മേഘ്ന മുരളി ഈ ക്ലിഫ് ഹൗസിന് മുമ്പിൽ നിന്ന് വിവരങ്ങൾ പങ്കുവെക്കുകയാണ്, പ്രതികരണങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവെക്കുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.